ഹായ്, നമസ്കാരം. നമുക്ക് അധികം പരിചയമില്ലാത്ത ഒരു ആരോഗ്യ സംജ്ഞയാണ് ലിത്തിയാസിസ്. ലിത്തിയാസിസ് എന്ന് പറയുന്ന മെഡിക്കൽ ടേമിൻ്റെ സാധാരണ പദപ്രയോഗം എന്ന് പറഞ്ഞാൽ കല്ല് ഫോം ചെയ്യുന്ന അവസ്ഥാവിശേഷമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളിൽ കല്ല് ഫോം ചെയ്യുന്ന ഒരു അസുഖ അവസ്ഥയുണ്ട്. ഇത് സാധാരണയായി നമുക്ക് അറിയുന്നത് മൂത്രാശയക്കല്ലും കിഡ്നി സ്റ്റോണുകളുമാണ്. ഇതിനുപരി നമ്മുടെ ഉമിനീർ ഗ്രന്ഥിയിൽ, നമ്മുടെ പാൻക്രിയാസിൽ, നമ്മുടെ പിത്താശയത്തിൽ ഒക്കെ കല്ല് ഫോം ചെയ്യുന്ന അവസ്ഥാവിശേഷമുണ്ട്. ഇതിനെ യൂറോലിത്തിയാസിസ്, ലിത്തിയാസിസ്, കോളി ലിത്തിയാസിസ് എന്നൊക്കെ പേരുകളിൽ അത് എവിടെ രൂപപ്പെടുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി പല പേരുകളിൽ അറിയപ്പെടും. പൊതുവിൽ ഈ കല്ലിൻ്റെ കഥ പറയുമ്പോൾ അത് വളരെ രസാവഹമായ ഒരു കഥയല്ല. അത് കല്ലിനെ പോലെ തന്നെ കഠിനമായ ഒരു കഥയാണ്. കല്ലിൻ്റെ വേദന വന്നിട്ടുള്ളവർക്കറിയാം. ഏതായാലും പ്രസവ വേദനയേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു വേദനയാണ് ഈ കല്ലിൻ്റെ വേദന. ഈ ക്രിസ്റ്റലീകരണം എന്നൊരു പ്രതിഭാസം ഉണ്ട്. അതായത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ അതിലെ ലേയകം, ആ ലായനിയിലെ ലേയകം ഏതാണോ അത് കോൺസെൻട്രേഷൻ കൂടിക്കഴിയുമ്പോൾ അത് ഒന്നിലധികം തന്മാത്രകൾ തമ്മിൽ ക്ലബ് ചെയ്ത് അതൊരു ന്യൂക്ലിയസ് ആവുകയും ആ ന്യൂക്ലിയസിനെ ചുറ്റിപ്പറ്റി വീണ്ടും പരലുകൾ അടിഞ്ഞുകൂടി അത് ഒരു സ്റ്റോണായി മാറുകയും ചെയ്യും. ഇത് സാധാരണ ഉണ്ടാകുന്നത് വെള്ളം അധികം കുടിക്കാത്ത ഒരു പ്രവണതയുള്ള ദിനചര്യ ഉള്ള ആൾക്കാരിലാണ്. ഇതിനുപരി കല്ല് ഫോം ചെയ്യുന്ന ആഹാര പദാർത്ഥങ്ങൾ അധികം കഴിക്കുന്നവരിലും ആണ്. സാധാരണയായി മൂത്രാശയക്കല്ലാണ് നാട്ടിൽ പതിവായിട്ടുള്ളത്. ഈ മൂത്രാശയക്കല്ല് ഉണ്ടാകുന്ന മെറ്റീരിയലുകൾ യൂറിക് ആസിഡ്, സിസ്റ്റീൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ്, കാൽഷ്യം ഓക്സലേറ്റ്, കാൽഷ്യം സിലിക്കേറ്റ്, ഇവയൊക്കെയാണ് സാധാരണയായിട്ടുള്ള ഈ മെറ്റീരിയൽസ്. യൂറിൻ ഹൈലി കോൺസെൻട്രേറ്റഡ് ആവുകയും വെള്ളം അധികം കുടിക്കാതിരിക്കുകയും മൂത്രം നിയന്ത്രിച്ച് നിർത്തുകയും മൂത്രശങ്ക ഉണ്ടായാൽ അതിന് അവസരമില്ലാത്ത ജോലികൾ ചെയ്യുന്ന ഡ്രൈവേഴ്സ്, അതുപോലെ ക്യാഷ് കൗണ്ടറിലിരിക്കുന്നവർ, ടെക്സ്റ്റൈൽ ഷോപ്പിൽ, AC ഷോറൂമുകളിലൊക്കെ തിരക്കിട്ട ജോലികൾ ചെയ്യുന്നവർ, ഇവരിലൊക്കെ സാധാരണമാണ് ഈ യൂറോ ലിത്തിയാസിസ് ആൻഡ് റീനൽ ലിത്തിയാസിസ്. ഈ സ്റ്റോൺ ഉണ്ടായി മൂത്രാശയത്തിൽ നിന്ന് മൂത്രം വാർന്നു പോകുന്നതിനെ അത് ഒബ്സ്ട്രക്റ്റ് ചെയ്യുക, തടയപ്പെടുകയും കിഡ്നിയിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത യൂറിൻ മൂത്രാശയത്തിലേക്ക് ബഹിർഗമിക്കുന്നതിന് തടസ്സമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദന അതിശക്തമാണ്. പോരാത്തതിന് ഈ കല്ല് ഫോം ചെയ്യുന്ന അതിൻ്റെ ഔട്ടർ സർഫേസ്, പുറം പ്രതലം വളരെ റഫായിട്ട് ഉള്ളതുകൊണ്ട് ഈ മൂത്രം പുറത്തോട്ട് വാർന്നു പോകുമ്പോൾ ഇത് അതിനകത്ത് പഴയ ഗോലി സോഡ കുപ്പിയിലകത്ത് സോഡ ഗോലി കറങ്ങുന്നത് പോലെ ഈ സ്റ്റോൺ കറങ്ങിയിട്ട് ഈ മൂത്രാശയത്തിൻ്റെ ഉൾഭാഗത്ത്, ഉൾഭിത്തിയിൽ കീറലുകൾ ഉണ്ടാവുകയും അത് പ്രത്യുത സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. മൂത്രാശയത്തിൽ പഴുപ്പുണ്ടാകുന്നതും ഇതിന് ഒപ്പം തന്നെ ഉണ്ടാകുന്നൊരു പ്രതിഭാസമാണ്. അപ്പോൾ ഈ സ്റ്റോൺ ഫോം ചെയ്യുന്ന മെറ്റീരിയലുകൾ ഈ രസതന്ത്രപരമായി ഇതൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ അധികം ഉള്ള ആഹാരം ഏതാണെന്ന് നോക്കാം. നമ്മൾ ഈ വറുത്ത മീനിൻ്റെ മുള്ള് ചവയ്ക്കുക, ഇറച്ചിയുടെ എല്ല് കടിച്ചു ഊറുക, മുരിങ്ങയില ധാരാളം കഴിക്കുക, തക്കാളി, സവാള, തൈര് എന്നിവ അധികം ഉപയോഗിക്കുക, വെള്ളം അധികം കുടിക്കാതിരിക്കുക, മൂത്ര ശങ്ക ഉണ്ടായാലും മൂത്രം ഒഴിക്കാതെ നിയന്ത്രിച്ച് നിർത്തുക. ഇത്തരം പ്രവണതയുള്ളവർക്ക് ഈ മൂത്രാശയക്കല്ലുണ്ടാകാം. പിന്നെ ഈ സിസ്റ്റീൻ സ്റ്റോണുകൾ ഉണ്ടാകുന്നത് അത് ശരീരത്തിൻ്റെ ഒരു പ്രവണതയാണ്. ഈ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ സിസ്റ്റീൻ അധികരിച്ച് നിൽക്കുമ്പോൾ അങ്ങനെ വരാം. യൂറിക് ആസിഡ് അധികരിക്കുന്നതും ഇത്തരത്തിൽ ഉള്ളൊരു സംഗതിയാണ്. യൂറിക് ആസിഡ് ലെവല് നോർമൽ ലിമിറ്റിൽ കൂടി നിൽക്കുന്ന ആൾക്കാർക്ക്
ഈ യൂറിക് ആസിഡ് സ്റ്റോണുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി പിത്താശയത്തിലുണ്ടാകുന്ന കല്ല് പിത്തരസം ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് പിത്താശയത്തിൽ സൂക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ സ്റ്റോൺ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇത് സാധാരണ പിത്താശയക്കല്ലിൻ്റെ വേദന വരുന്നത് പിത്തരസം പുറത്തോട്ട് സ്ക്യൂസ് ചെയ്ത് ഒഴുകിപ്പോകാനായിട്ട് ഒരുപാട് പ്രഷറൈസ് ചെയ്യേണ്ടി വരും ലിവർ. ഇത്തരം പ്രഷറൈസ് ചെയ്യുമ്പോൾ ഈ സ്റ്റോൺ ഒന്ന് അനങ്ങി തടയപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് സാധാരണ ഇങ്ങനെ വരുന്നത്. ഇത്തരം ആൾക്കാർക്ക് ഈ ഫാറ്റി ഓയിലി ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഒപ്പം ഈ പെയിനും വരും. ഈ പെയിൻ സാധാരണ ഈ പിത്താശയ കല്ലുണ്ടാകുന്ന രോഗികൾക്ക് 3-4 വർഷത്തിലൊരിക്കൽ ഒരു ചെറിയ വേദന വരും എന്നുള്ളത് കവിഞ്ഞ പ്രശ്നം ഉണ്ടാകാറില്ല. പക്ഷേ ചിലർക്ക് നിർഭാഗ്യവശാൽ ഇതവിടെ ബ്ലോക്ക് ചെയ്തിട്ട് അത് ഒബ്സ്ട്രക്റ്റ് ചെയ്ത് അവിടെ ചില കാഷ്വാലിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിൽ സർജറി വേണ്ടി വന്നേക്കാം ഇമ്മീഡിയറ്റ്. ഈ പാൻക്രിയാറ്റിക് സ്റ്റോൺ പെട്ടെന്ന് അങ്ങനെ തിരിച്ചറിയാറില്ല. പലർക്കും പാൻക്രിയാറ്റിക് സ്റ്റോൺ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സലൈവറി സ്റ്റോൺ പലപ്പോഴും ഇന്ന് പതിവാണ്. അത് ഈ സലൈവറി ഗ്ലാൻഡിൻ്റെ മുഖപ്പ് തുറക്കുന്ന പല്ലിൻ്റെ അടിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ഇനി ചില മംസ് പോലെ ചില അസുഖങ്ങൾ വന്നതിന് ശേഷവും അല്ലാതെ തന്നെയും വെള്ളം കൂടി കുറഞ്ഞിരിക്കുന്ന ആൾക്കാർ ഈ സലൈവ സെക്രീഷൻ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഉള്ള ആൾക്കാരിൽ ഒക്കെ സ്റ്റോൺ ഫോം ചെയ്യാറുണ്ട്. ഇതിനൊക്കെ സമാന്തര വൈദ്യശാസ്ത്ര ശാഖകളിൽ ഫലപ്രദമായ വളരെ ചിലവ് കുറഞ്ഞ ചികിത്സാ മാർഗങ്ങളും അവയ്ക്ക് വലിയ ഫലപ്രാപ്തിയും ഒക്കെ ഉണ്ട് എന്ന് പലർക്കും അറിവും ബോധ്യവുമുള്ളതാണ്. പക്ഷേ മറ്റ് പലർക്കും അത്തരം ചികിത്സാശാസ്ത്രങ്ങളെപ്പറ്റി വലിയ അറിവും ബോധവുമില്ലാത്തതുകൊണ്ട് അവരാരും അത്തരം ചികിത്സാ രീതികളെ സമീപിക്കാറുമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ സ്റ്റോൺ ചികിത്സയ്ക്ക് ലക്ഷങ്ങളും ഈ കിഡ്നിയുടെ അകത്തൊക്കെ ഓപ്പൺ സർജറികൾ പോലും വേണ്ടി വരുന്നു ആധുനിക വൈദ്യത്തിൽ എന്നുള്ളത് വിസ്മരിക്കുക വയ്യ. ഏതിനും കരുതലുണ്ടാകേണ്ട ഒരു കാര്യമാണ് ഈ ലിത്തിയാസിസ് എന്ന് പറയുന്ന സ്റ്റോൺ ഫോർമേഷൻ. ഏവരും ശ്രദ്ധിക്കുമല്ലോ.